കോച്ച്, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംശയമാണ്, എങ്ങനെയാണ് ഒരു റഫറി ആയി മാറുക, എങ്ങനെയാണ് ഒരു റഫറി ആയി തീരുക എന്നുള്ളത് ഒന്ന് വിശദീകരിക്കണം. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ വെറും ബേസിക്കിൽ ഡിസ്ട്രിക്ട് അസോസിയേഷൻ, ദെൻ സ്റ്റേറ്റ് അസോസിയേഷൻ, ദെൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിലായിരിക്കണം നമ്മുടെ റഫറിയും രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഡിസ്ട്രിക്റ്റിൻ്റെ റഫറി ആയിരിക്കും ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അണ്ടറിൽ നേതൃത്വത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ കീഴിൽ വരുന്ന 14 ജില്ലകളിലും റഫറീസ് കോഴ്സസ് അവർ അനൗൺസ് ചെയ്യും. റഫറീസ് അസോസിയേഷൻ ഉണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിനും. അപ്പോൾ അവരുടെ അണ്ടറിൽ കോഴ്സസ് അനൗൺസ് ചെയ്യും. അപ്പോൾ അതിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അതിനൊരു ടെസ്റ്റും ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്, റിട്ടൺ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ ഒരു രജിസ്ട്രേഷൻ ID കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഒരു പ്രൊഫൈൽ അതിൽ ക്രിയേറ്റ് ചെയ്യും. അതിന് റിൻ നമ്പർ എന്നാണ് പറയുക. ആ റിൻ നമ്പർ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് വി ആർ ഒഫീഷ്യലി എ റഫറി. നമ്മൾ ബേസിക്കലി നമ്മൾ റഫറി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പ്രൊമോഷനാണ്. കറൻ്റ്ലി ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ വന്ന അപ്ഡേറ്റ് പ്രകാരം നമ്മൾ ഫസ്റ്റ് കാറ്റഗറി 8 നമ്മൾ റഫറി ആകുക. ദെൻ നമുക്ക് ഓരോ ഇയർ കഴിയും തോറും നമുക്ക് അതൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇത്ര ഒഫീഷ്യൽ മാച്ചസ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് അസോസിയേഷൻ നമ്മളെ റെഫർ ചെയ്യും. ഓരോ വർഷവും പ്രൊമോഷൻ ടെസ്റ്റ് നടക്കും. നമുക്കിപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് പോകാനായിട്ട് അതായത് സ്റ്റേറ്റ് അസോസിയേഷൻ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ വീണ്ടും പ്രൊമോഷൻ ടെസ്റ്റ് സംഘടിപ്പിക്കും. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ ഉള്ള റെഫറീസ് ഇത്ര പേര് എലിജിബിൾ ആയിട്ടുള്ളവരെ അതിലേക്ക് നോമിനേഷൻ ചെയ്യും. അതിൻ്റെ ടെസ്റ്റസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും. അതിലും ഫിസിക്കൽ ടെസ്റ്റും കാണും, റിട്ടേൺ ടെസ്റ്റും കാണും. അപ്പോൾ ഇങ്ങനെ ഓരോ ഇയറിലും ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഡിസ്ട്രിക്ട് അസോസിയേഷൻ വേണം റെഫർ ചെയ്യാൻ. അങ്ങനെ റെഫർ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്ക് അങ്ങനെ പോയിരിക്കും. അതെ, ഓട്ടോമാറ്റിക് അല്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആസ് എ പറഞ്ഞ പോലെ കാറ്റഗറി 8 റെഫറി ആയി കഴിഞ്ഞു, ബട്ട് മാച്ചസ് ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അതിൽ ഒഫീഷ്യൽ മാച്ചസ് ഒന്നും ചെയ്തില്ല, അങ്ങനെ വരുന്ന ഒരു ആളിനെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ റെഫർ ചെയ്യില്ല. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പ്രൊമോട്ട് ആവാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി. അല്ലാതെ എല്ലാ ഇയർലി പ്രൊമോഷൻ ടെസ്റ്റ് നടത്തും. 8 to 7, 7 to 6 അങ്ങനെ. അപ്പോൾ അത് ഓരോ വർഷവും നമ്മൾ പ്രൊമോഷനാവും. ഇപ്പോൾ 8 നമ്മൾ നേരെ 7 നെക്സ്റ്റ് ഇയറിലായി കഴിഞ്ഞാൽ പിന്നെ 6 അടുത്ത വർഷം വീണ്ടും ആകാൻ പറ്റും. അങ്ങനെ പറ്റും. ഇക്കൊല്ലം മുതലാണ് ഈ 8 ലെവൽസ് വരുന്നത്. ഇതുവരെ 5 ലെവൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കാറ്റഗറി 5 അപ്പോൾ ഞാനിപ്പോൾ കറന്റ് കാറ്റഗറി 3 റെഫറിയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഇയറിൽ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നത് കുറച്ചുകൂടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയൊരു ഇത് കൊണ്ടുവന്നതാണ് 8 സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള. അപ്പം കൂടുതൽ പേർക്ക് അതിൽ ഇവോൾവ് ചെയ്യിക്കുക എന്നുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് കോളേജ് ബേസ് ചെയ്തിട്ടൊക്കെ ഒരു റഫറിങ് ക്യാമ്പയിൻ പോലെ ഇൻട്രസ്റ്റഡ് ഉള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. എത്രമാത്രം സക്സസ്ഫുൾ ആക്കി എടുക്കുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും.